ജാസ്മിൻ കൊട്ടേഷൻ കൊടുത്തു വിവിക്ക്. എന്തിന്? ഒരാളുടെ ചാനൽ പൂട്ടിക്കാനാണ് ജാസ്മിൻ കൊട്ടേഷൻ കൊടുത്തത്. അത് മറ്റാരുടെയുമല്ല, ഷെഫീന ബീവി എന്ന് പറയുന്നൊരു യൂട്യൂബറുടേതാണ്. കുറച്ചു നാളുകൾക്ക് മുമ്പ് ജാസ്മിനും ബിവിക്കുമിടയിൽ നല്ലൊരു സൗഹൃദമുണ്ടായിരുന്നു. ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോകുന്നതിൻ്റെ മുൻപ് വിവി ജാസ്മിൻ്റെ കൂടെ നിൽക്കുമെന്നും പല കാര്യങ്ങളിലും അവർ ധാരണയിലെത്തിയിരുന്നു. വിവിക്ക് ജാസ്മിൻ്റെ വീട്ടുകാരുമായിട്ട് നല്ലൊരു സൗഹൃദമുണ്ടായിരുന്നു. എന്തിനും ഏതിനും വിവി കൂടെ ഉണ്ടാകുമെന്നും വാക്കുകൊടുത്തിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കും ജാസ്മിൻ്റെ വീട്ടുകാരുടെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ വിവി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ജാസ്മിനെതിരെ തിരികുകയും ജാസ്മിൻ എഗെയിൻസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്യുകയൊക്കെ ചെയ്തത്. വിവി അഫ്സലിനെ മാനിപ്പുലേറ്റ് ചെയ്താണ് വീഡിയോ ഇടിച്ചതെന്നും വോയിസ് ഒക്കെ ഇടിച്ചതെന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട്. അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ല. പക്ഷേ വിവി പറയുന്നത് അഫ്സൽ വിവിയുടെ ഫ്രണ്ട് ആയതുകൊണ്ടാണ് വോയിസ് ഇടുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന്. അത് എന്തോ ആയിക്കോട്ടെ, ജാസ്മിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് ജാസ്മിനെ പലരും ഡീഗ്രേഡ് ചെയ്തത്. ആ കൂട്ടത്തിൽ വിവിയും ഉണ്ടായിരുന്നു. വിവി പക്ഷേ ജാസ്മിൻ്റെ ഫ്രണ്ടായിരുന്നു എന്നൊരു കാര്യം ഓർക്കണം. ജാസ്മിൻ പുറത്തു വന്നതിന് ശേഷം വിവിക്കെതിരെ തൊട്ടും തൊടാതെയും ജാസ്മിൻ പരാമർശിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ രണ്ടുപേരും പരസ്പരം ശത്രുവായി. ഇപ്പോൾ വിവി ഒരു വോയിസ് ഇട്ടിരിക്കുന്നു. ജാസ്മിനും കാദർ കരിപ്പൊടിയും 25,000 രൂപക്ക് ഷെഫീന ബീവിയുടെ ചാനൽ പൂട്ടിക്കാൻ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നു എന്ന്. വിവിക്ക് ചേച്ചിയോട് പ്രത്യേകിച്ച് വൈരാഗ്യമൊന്നുമില്ലായിരുന്നു. കൊട്ടേഷൻ കൊടുത്തത് കൊണ്ട് മാത്രം ചെയ്തതാണ് എന്ന് വിവി പറയുന്നു. നമ്മൾ ഈ ചേച്ചി എന്ന് പറയുന്നത് അത്ര നല്ല പുള്ളിയൊന്നുമല്ല. ഈ ചേച്ചിയുടെയൊക്കെ ചാനൽ പൂട്ടിപ്പോകുക തന്നെ വേണം. കാരണം ഇവരൊരു സാമൂഹ്യ വിപത്ത് തന്നെയാണ്. ഈ സ്ത്രീ പലരെയും പച്ചയായി തെറി പറയുകയും പലർക്കും പണി കൊടുക്കുകയും സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. കാശുണ്ടാക്കാൻ വേണ്ടി ഇവരെന്തും ചെയ്യും. ആരുടെയും സ്വകാര്യത ചോർത്തിയെടുക്കും. ആർക്ക് നേരം പച്ചയായി തെറി വിളിച്ചു പറയും. ഇങ്ങനെയൊക്കെയുള്ള ഒരു ചേച്ചിയാണ്. ജാസ്മിൻ നസ്ല പ്രശ്നങ്ങളിൽ പല നാറിയ കളികളും കളിച്ചത് ഈ സ്ത്രീയാണ്. ഒളിഞ്ഞും തെളിഞ്ഞും ഇവരുടെ പല രഹസ്യങ്ങളും ചോർത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് ഇവരെ അങ്ങേയറ്റം ഡീഗ്രേഡ് ചെയ്തത് ഇവരൊറ്റ സ്ത്രീയാണ്. മാത്രവുമല്ല, ജാസ്മിനെ കേൾക്കാൻ അറക്കുന്ന പല അപരാധങ്ങളും പറഞ്ഞു പരത്തുകയും സമൂഹത്തിൽ അവഹേളിക്കുകയും ചെയ്തു. ഒരു പക്ഷേ കാദർ കരിപ്പൊടി ജാസ്മിൻ്റെ ഫ്രണ്ടാണ്. ഇവരൊരുമിച്ച് എന്തെങ്കിലും ചെയ്തോ എന്നുള്ളത് എനിക്കറിയില്ല. ജാസ്മിൻ ഒരു പക്ഷേ സാഹിക്കെട്ട് കൊട്ടേഷൻ കൊടുത്തതായിരിക്കും, അതും വിവിക്ക്. വിവി കൊട്ടേഷൻ കൊടുത്ത കാര്യം ജിനൂസിനോട് സംസാരിച്ചു എന്ന് ജിനൂസ് പറയുന്നുണ്ട്. ഏതായാലും ഇതിലൊക്കെ എത്ര സത്യമുണ്ടെന്ന് എനിക്ക് പറയാൻ അറിയില്ല. കാരണം ജാസ്മിൻ ഇതുവരെ ഇതിനെക്കുറിച്ചൊരു വിശദീകരണം തന്നിട്ടില്ല. പക്ഷെ സായിയും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സായിയും ജിനൂസും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഒരാളുടെ ചാനൽ പൂട്ടിക്കാൻ യോജിക്കാൻ കഴിയില്ല എന്നാണ് ഇവർ രണ്ടുപേരും പറഞ്ഞതെന്ന് പറയുന്നു. ജിനൂസ് എന്ന് പറയുന്ന ഒരു കാര്യം, അവർ തെറി പറയുകയാണ്, തിരിച്ചും തെറി പറയുക എന്ന് മാത്രമാണ് പറയാനാണ്. പക്ഷെ ജാസ്മിന് തെറി പറയാൻ പറ്റില്ല, അവളുടെ ഇമേജിന് ബാധിക്കുമെന്നും സംസാരിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇതിലൊക്കെ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് അറിയില്ല. എങ്കിലും ഒരു യൂട്യൂബേഴ്സിനിടയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്. പണത്തിന് മുകളിൽ പരുന്തും പറക്കില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്രത്തോളം നീചമാകാൻ ഓരോ മനുഷ്യരെയും പ്രേരിപ്പിക്കുന്നത് ഈ പണം തന്നെയായിരിക്കും. ജാസ്മിൻ ഇതിനു മുമ്പേ ഷെഫീന ബീഗത്തിൻ്റെ പേരിൽ കേസ് കൊടുക്കുകയും അവരുടെ മൊബൈൽ ഫോൺ കണ്ണുകെട്ടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും യൂട്യൂബേഴ്സ്, പ്രത്യേകിച്ച് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊന്ന് ജാഗ്രതമായിരിക്കുന്നത് നല്ലതാണ്. എപ്പോൾ വേണമെങ്കിലും ചാനൽ പൂട്ടിപ്പോകാൻ, കൊട്ടേഷൻ കൊടുക്കാനും അത് ചെയ്യാനുമൊക്കെ ഒരുപാട് ആളുള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ചാനൽ പൂട്ടിപ്പോകാം.